ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാണ് ഇതിപ്പോൾ നമ്മളൊരു പുതിയ സൈറ്റാണ്. നമ്മൾ സൈറ്റ് കട്ടയടി സ്റ്റാർട്ട് ചെയ്തൊക്കെയാണ്. അപ്പോൾ ഇവിടെ എങ്ങനെയൊക്കെ ചെയ്യണ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോ പറയുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇവിടെ നമ്മൾ 8 മോഡി ബോക്സ് വെച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾ കണ്ട മുകളിൽ കാണുന്ന പൈപ്പെല്ലാം ഇവിടെ അടിച്ചിറക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ആദ്യം ബോക്സ് കട്ടയടിച്ചിട്ടിട്ട് ബോക്സ് വെച്ചിട്ട് ആ പൈപ്പ് അടിച്ച് വയ്ക്കുന്നത്, അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പം. പിന്നെ ഇവിടെ ആ DB വരുന്നത്. DB നമ്മൾ എങ്ങനെയാണ് വെക്കണതെന്ന് വെച്ചാൽ എല്ലായിടത്തും ആ സ്പേസ് നോക്കുമ്പം ഇപ്പോൾ ഇവിടത്തേന്ന് വെച്ചാൽ ഒരു ബെഡ്റൂം തൊട്ടടുത്താണ്, അതിൻ്റെ തൊട്ടപ്പുറത്ത അടുത്ത ബെഡ്റൂം, അങ്ങനെ കിച്ചൺ എല്ലാം അടുത്താണ്. അപ്പോൾ അടുത്ത് വരുമ്പോൾ അതിൻ്റെ സെൻറ്റർ കണക്കാക്കിയാണ് ഞാൻ ഇവിടെ DB വെക്കുന്നത്. അപ്പോൾ അത്രയും ഒയർ നമുക്ക് ലാഭം കിട്ടും. പിന്നെ ഇവിടെ നമ്മളിത് കിച്ചൺ വരുമ്പോൾ ഇതാണ്. ഇവിടെ ഒരു 12 മോഡി ബോക്സ് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കണ ജംഗ്ഷനിൽ കയറ്റി മെയിൻ ജംഗ്ഷനിൽ വന്നിട്ട് ജംഗ്ഷനിൽ നിന്ന് ബോക്സിൽ വരും. പിന്നെ ആ ജംഗ്ഷനിൽ ഒരു ലൈറ്റും വരും. പിന്നെ ഇവിടെ 2 ലൈറ്റാണ് വരുന്നത്. നമ്മളിപ്പോൾ കിച്ചണിൽ 3 പൈപ്പ് ഇട്ടിട്ടുണ്ട്. മെയിന് മോട്ടറിൻ്റെതും ഇതൊക്കെ നമ്മൾ എത്രത്തോളം പൈപ്പ് ഇപ്പോൾ ഇടുന്നത് അത്രയും നല്ലതാണ്. കാരണം ഭാവിയിൽ അവർക്ക് പിന്നീട് ഒരു സപ്ലൈ ഒക്കെ എടുക്കണമെങ്കിൽ ഒയർ ഞെരുക്കമില്ലാതെയൊക്കെ വലിക്കാനൊക്കെ എളുപ്പമായിരിക്കും. അപ്പോൾ പൈപ്പ് ഇട്ടുന്നത് ഏറ്റവും നല്ലതാണ്. പിന്നെ നമ്മളിവിടെ താഴെ ഒരു 2 മോഡി ബോക്സ് വെച്ചിട്ടുണ്ട്. ഇത് ഗ്യാസ് അടുപ്പിന് വേണ്ടി വച്ചേക്കണതാണ്. പിന്നെ നമ്മളിവിടെ ഒരു 3 മോഡി വെച്ചിട്ടുണ്ട്. ഇത് പിന്നെ ഒരു വർക്ക് ഏരിയ ആണ്. വർക്ക് ഏരിയയിൽ നമ്മൾ വെച്ചിട്ടുള്ളത് ഇവിടെ ഒരു 8 മോഡിയും വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അപ്പുറത്ത കിണർ, ഇപ്പോൾ മോട്ടറിൻ്റെ കണക്ഷനും അതിൽ കൊണ്ട് എടുക്കാൻ എളുപ്പമാണ്. അതും കണക്കാക്കി വെച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു ലൈറ്റ് നമ്മൾ അടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു 6 മോഡി ബോക്സും വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ നേരെ ഇപ്പുറത്തും ഒരു 6 മോഡി ബോക്സ് വെച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ 2 മെയിൻ ഇട്ടിട്ടുണ്ട് DBന്ന്. പിന്നെ ഇവിടെ മോട്ടറിൻ്റെ സ്വിച്ചും വെളിയിലെ ലൈറ്റ്, പിന്നെ ഒരു പ്ലഗ് പോയിൻ്റ് എല്ലാം ഇവിടെയാണ് വരുന്നത്. മോട്ടറിൻ്റെ ഇവിടുത്തെ മോട്ടറിൻ്റെ എന്ന് വെച്ചാൽ കിണർ തൊട്ട് ബാക്കിലാണ്. അപ്പോൾ നമ്മളൊരു പൈപ്പ് അടിച്ച് വെച്ചാൽ മാത്രം മതി. ഇതാണ് കിണർ. അപ്പോൾ നമുക്ക് അത്രയും ഒയറും ലാഭമായി, പൈപ്പും ലാഭമായി. കാരണം അവിടെ നിന്ന് നേരെ ഒരു പൈപ്പ് ഹോൾ ഇട്ടേക്കണതിൽ കൊണ്ട് കയറ്റിയാൽ മാത്രം മതി. ഓക്കെ, ഇപ്പോൾ ഇവിടെ 2 ഹോൾ ഇട്ടേക്കണത്, ഒന്ന് മോട്ടറിൻ്റെ ലൈനും പിന്നെ ഒന്ന് ലൈറ്റിൻ്റെയും, മുകളിലത്തെ ലൈറ്റിൻ്റെയും. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. നമ്മളിവിടെയൊക്കെ കട്ടയടി സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഒരു വീഡിയോ എടുത്തതേ ഉള്ളൂ. പിന്നെ നമ്മൾ ആ ബാക്ക് വശമൊക്കെ നമ്മളിങ്ങനെ പൈപ്പ്, ഇതിപ്പോൾ ബെഡ്റൂമിൽ നിന്ന് തന്നെ ഒരു ഹോൾ ഇട്ടാണ് വയ്ക്കുന്നത്. കാരണം ഇത് ലൈറ്റാണ്, എല്ലായിടത്തും അങ്ങനെയാണ്. ബെഡ് സ്വിച്ചിൻ്റെ അവിടെ നിന്ന് ഒരു ഹോൾ ഇട്ടിട്ട് അവിടെ സെൻറ്റർ കണക്കാക്കി ഒരു ലൈറ്റ് അടിച്ച് വയ്ക്കുക ഞാൻ ചെയ്യുന്നത്. നിങ്ങളെങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ നമ്മളിങ്ങനെ കട്ടയടിച്ച് ബോക്സ് എല്ലാം വെച്ചിട്ടുണ്ട്. ഇനി ഈ പൈപ്പെല്ലാം നമ്മൾ സോക്കറ്റ് ഇട്ട് ഈ ഒരു 4 മോഡി ബോക്സ് ഇവിടെ വയ്ക്കാനുണ്ട്. ഇവിടെ 4 വയ്ക്കുന്നത് വാട്ടർ ഹീറ്റർ, ലൈറ്റ്, എക്സോസ്റ്റ് ഫാൻ. വാട്ടർ ഹീറ്ററിന് നമ്മൾ DB സ്വിച്ചാണ് വയ്ക്കുന്നത്. കാരണം ന്യൂട്രലും കൂടെ കട്ടാവണമുണ്ട് DB സ്വിച്ചാണ് വയ്ക്കുന്നത്. പിന്നെ ഇവിടെയും ഒരു 4 മോഡി വയ്ക്കും. ഒരു സോക്കറ്റ്, ഒരു സ്വിച്ച്, ഒരു മിനറൽ ലാമ്പിൻ്റെ കണക്ഷനും കൂടെയാണ് ഇവിടെ കൊടുക്കുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഇതൊരു ചെറിയ സൈറ്റാണ്. ഇവിടെ നമ്മളൊരു 8 മോഡി ബോക്സ് വെച്ചിട്ടുണ്ട്. ഈ പൈപ്പെല്ലാം അടിച്ച് ഇറക്കേണ്ടതായിട്ടുമുണ്ട്. DB വയ്ക്കുമ്പോൾ നിങ്ങൾ മാക്സിമം എല്ലാം അടുത്തായിട്ട് ഉള്ളൊരു, ഇപ്പോൾ സ്റ്റെയറിൻ്റെ അടിയിലൊന്നും കൊണ്ടുവയ്ക്കാതെ സ്പേസ് നോക്കിയിട്ട് അതനുസരിച്ച് DB വയ്ക്കുന്നത് ഏറ്റവും നല്ലത്. കാരണം നമുക്ക് അത്രയും ഒയർ ലാഭിക്കാൻ പറ്റും. എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് കൊണ്ടൊക്കെ വെച്ചാൽ തന്നെ അത്രയും ഒയർ നമുക്ക് അത്രയും കോസ്റ്റ്യൂം ആവും. പിന്നെ ഇവിടെയാണ് നമ്മൾ ഒരു 2 മോഡിയും 8 മോഡിയും ബോക്സ് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി അടുത്തൊരു വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോസായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.